നിലയുള്ള ബിൽഡിംഗ് ആണ്. ലുലു ആണ് കാണുന്നത്. സിറ്റി മാർട്ട്, പുതിയ ബിൽഡിങ്. അടുത്ത വരുന്ന നെസ്റ്റോ ആണിത്. ബീച്ചിലേക്കുള്ള, അജ്മാൻ ബീച്ചിലേക്കുള്ള വഴിയാണ്. ചുമ്മാ വൈകുന്നേരത്തെ നടത്തത്തിന് വേണ്ടിയിട്ട് പോവാം. അജ്മാൻ ബീച്ചിലേക്കുള്ള മെയിൻ റോഡാണിത്. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മളെ നാട്ടിലൊക്കെ ചന്ത ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ചന്ത അല്ല, ഒരു നൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ പറയും. അതാണ് ഇത്. മറ്റേ ആദ്യം ബംഗാളികൾ റോട്ടിൽ വെച്ചിട്ടുണ്ടാക്കുന്ന കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പം ആ റോട്ടിലത്തെ ഒഴിവാക്കിയിട്ട് അവർക്കായിട്ടൊരു സ്ഥലം അനുവദിച്ചു കൊടുത്തതാണ്. നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല രസമാണ്. ഏതായാലും നല്ല തിരക്ക്, ആൾക്കാർ നല്ല വില കുറവുണ്ട് ഇവിടെ. അതുകൊണ്ട് ആൾക്കാർ മൊത്തം പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, മറ്റേ 1 ദിറംസിന് വത്തക്ക, അങ്ങനത്തെ നല്ല തിരക്കുണ്ട് ഇവിടെ. നല്ല വില കുറവുണ്ട്. ചെറിയ പൈസക്ക് സാധനങ്ങളൊക്കെ കിട്ടും. 1 ദിറംസ് 2 ദിറംസ്. മറ്റേ ലുലുവിലൊക്കെ പോയാൽ നല്ല വില ഉണ്ടാവും. അതിന് ഇവിടെ വന്നാൽ ചെറിയ പൈസക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാം. നല്ല തിരക്കാ ഇവിടെ. രാത്രി 10-12 മണി വരെ ഉണ്ടാവും. ശരിക്കും നമ്മുടെ നാട്ടിൽ പണ്ട് കൊടുവള്ളിൽ നിന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ടാവില്ല ചന്തകൾ, അതേ അവസ്ഥയാണ്. നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഇതായിരിക്കല്ലോ ഇത്. നമ്മളെ നാട്ടിൽ ചന്ത ഓർമ്മ വരും. പച്ച ചീര, ചുവന്ന ചീര എല്ലാം ഉണ്ട്. ആപ്പിള്, നാരങ്ങ, മുന്തിരി, ഡ്രാഗൺ ഫ്രൂട്ട്, എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടാത്തൊരു സാധനമല്ല. പിന്നെ ഫ്രഷ് ചിക്കൻ ഉണ്ട്, പിന്നെ കപ്പീരിയ ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട് ഇവിടെ. ഇത് ചെറിയ ഹോട്ടലാണ്. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ എല്ലാ ഐറ്റംസ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. നല്ല ബീഫ്, അടിപൊളി ബീഫാണ്. ഷൂ, നമ്മളെ ചെരുപ്പ് ഐറ്റംസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അല്ലാത്തൊരു സാധനമില്ല. ഇതൊക്കെ 1 ദിറംസ് 2 ദിറംസിന്റെ സാധനങ്ങളാണ്. സാൻഡ്വിച്ചുകള് ഇവിടെ കിട്ടാത്തൊരു സാധനമില്ല. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത്രയും തിരക്കുമാണ്. ആദ്യം ഇവിടെ ആയിരുന്നു, ഇതായിരുന്നു ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ കച്ചവടങ്ങളൊക്കെ ഈ റോഡിൻ്റെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസും ബലദിയ എല്ലങ്കൂരും ഇവർക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം ആക്കി കൊടുത്ത. അതുകൊണ്ട് ഇവിടെ റോഡ് ഇപ്പം നല്ലോണം കാലിയായി. അല്ലെങ്കിൽ ആദ്യം ഇവിടെ ഫുള്ള് കച്ചവടം. ഇവിടെ ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റൂലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. ഇത് ഫുള്ള് ഈ ഏരിയ മൊത്തം മൊബൈൽ ഷോപ്പാണ്. മൊബൈൽ കട മാത്രമേ ഉള്ളൂ.
ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ മൊബൈൽ ഷോപ്പിൻ്റെ ഏരിയ എന്നാണ്. നമ്മളെ കൊടുവള്ളിയിലൊക്കെ സ്വർണത്തിൻ്റെ നാട് എന്നല്ല അറിയല്, അതുപോലെ ഇവിടെ ഫുള്ള് മൊബൈൽ ഷോപ്പാണ്, വേറൊരു ഷോപ്പും ഇല്ല, മൊത്തം. റോഡിൻ്റെ രണ്ട് സൈഡും മൊബൈൽ ഷോപ്പുകളാണ്. ഫുള്ളായിട്ട് മൊബൈൽ ഷോപ്പാണ് മൊത്തം. അങ്ങനെ അജ്മാൻ ബീച്ചിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു 100 മീറ്റർ 100-200 മീറ്റർ ഇല്ല, അത്രയും അടുത്താണ്. ആ ബിൽഡിങ് ലാസ്റ്റ് ബിൽഡിംഗ് ആണ്. ബിൽഡിങ് കഴിഞ്ഞാൽ ബീച്ചാണ്. ഇത് ഇമാറാത്തിൻ്റെ ഒരു കുഞ്ഞ് പെട്രോൾ പമ്പാണ്, ചെറിയൊരു പമ്പ്. ആകെ 2 ഡിസ്പെൻസർ മാത്രമുള്ളൊരു ചെറിയൊരു പമ്പാണ്. അങ്ങനെ അജ്മാൻ ബീച്ചിലെത്തി. അപ്പോൾ ബീച്ചിലിവിടെ പണികൾ നടക്കുന്നതായതുകൊണ്ട് മൊത്തം ബീച്ചിലേക്കുള്ള എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുന്നു, ക്ലോസ് ആക്കി വെച്ചതാണ് മൊത്തം ബോർഡ് വെച്ചിട്ട്. അപ്പോൾ അതിലൊന്നും ആദ്യം നമുക്ക് മൊത്തം എല്ലാ സ്ഥലത്തൂടെയും ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോൾ മൊത്തം അവിടെ പണി നടക്കുന്നത് കൊണ്ട് ഫുള്ള് ക്ലോസ് ആണ്. അജ്മാൻ മാസ്റ്റർ പ്ലാൻ 2040 ഫുള്ളായിട്ട് അടച്ചു വെച്ചതാണ്. ഇവിടെ ചെറിയൊരു ഭാഗം ഇവിടെ ഓപ്പണാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ക്ലോസ്ഡ് തന്നെ. മൊത്തം ക്ലോസ് തന്നെയാണ് ഇവിടെ. അവിടെ കുറഞ്ഞൊരു ഏരിയ ക്ലോസ് അല്ലാത്ത സ്ഥലമുണ്ട്, ഫുള്ള് പണി നടക്കുക. അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്. ഒരു ഒട്ടക സവാരിക്ക് നടത്താനുള്ള ഒട്ടകത്തിനെ കണ്ടോ? ഒരു സവാരിക്ക് എത്ര? 5 ദിറംസോ 10 ദിറംസ് അങ്ങനെ. ആ 10 ദിറംസാണ്. 10 ദിറംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യാത്ര ചെയ്യാം. തകൃതിയായിട്ട് പണി, ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് പണി നടക്കുകയാണ്. ഫുള്ള് അടച്ചു വെച്ചതാണ് മൊത്തം. ഫുള്ള് ക്ലോസ് ആണ്, ഫുള്ള് വർക്ക് നടക്കും. ഇവിടെ വേറെ ഒരൊട്ടകഥ, രണ്ടാമത്തെ. ഇത് കുതിരാന്ന് തോന്നുന്നു, കുതിരാണിത്, ഒട്ടകല്ല.
ബീച്ചിലേക്ക് കാണാൻ പോലും പറ്റാത്ത രൂപത്തിൽ മൊത്തം അടച്ചു വെച്ചാണ്ടില്ലേ, ഫുള്ളായിട്ട് അടിച്ചതാ. മൊത്തം അടച്ച്. ഇവിടെ നാളെ ഒഴിവുണ്ടായിരുന്നു, ഈ ചെറിയ ഗ്യാപ്പ് ഒഴിവുണ്ടായി ഇവിടെ, അതും അടിച്ച്. ഒരു ഇതുമില്ല ഇപ്പം ബീച്ചിലേക്കുള്ള ഒന്നും, ബീച്ച് കാണാൻ തന്നെ പറ്റില്ല. കടലിൻ്റെ ഒരു പിക്ചർ ഉണ്ട് ഇവിടെ, അത് കാണാം. അജ്മാൻ കോർണിഷിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്, അടിപൊളി ബിൽഡിംഗ്. ഇത് മറൈൻ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പോലീസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഫുള്ളായിട്ട് ഇവിടെ പണി നടക്കുക, മൊത്തം എത്ര കിലോമീറ്ററുകളോളം മറച്ചിട്ട് ഇത്രയും പണിയാണ്, ഫുള്ളായിട്ട് പണി നടക്കുന്ന സ്ഥലം. അജ്മാൻ 2040 മാസ്റ്റർ പ്ലാൻ അടുത്ത കാലത്തൊന്നും തീരില്ല ഗവൺമെൻറ് ഓഫ് അജ്മാൻ. ഫുഡ് എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. KFC വേണമെങ്കിൽ KFC ഉണ്ട്, ഹർദീസ്, പിസ്സ, ഡോനട്ട്സ് എല്ലാം ഉണ്ട് ഈ വലിയ ബിൽഡിങ്ങിന് താഴെ. എത്ര ദൂരം മറച്ചേ നോക്കി, കുറച്ച് ദൂരം നല്ല, എവിടെ നിന്നെങ്ങാനും ഇത് മറച്ച് വരുന്നുണ്ട്. ബീച്ചിൽ ഒരു സൈഡ് പോലും കാണാൻ പറ്റാതെ മൊത്തമായിട്ട് മറച്ചതാ. സെൻറ്റർ പോയിന്റ്, കോർണിഷ് ടവർ, ഇതാ വലിയ ബിൽഡിങ്. ബീച്ചിൽ നിന്ന് സൂര്യാസ്തമയം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു, അവർ മൊത്തം മറച്ച്. നാളെ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ഒരു ഭാഗം ഒഴിവുണ്ടായിരുന്നു, അതും പ്രാവശ്യം മറിച്ച്. ഇതൊക്കെയാണ് അജ്മാനിലത്തെ കാണാനുള്ള കാഴ്ചകൾ, അജ്മാൻ സിറ്റിയിലുള്ള. പിന്നെ ഉള്ളോട്ട് വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കടലുള്ള ഇതില്ലേ പവയ, ഇതൊക്കെ അടിപൊളിയാണല്ലോ, അടിപൊളി ഫീച്ചർ.
കൊക്ക് കടൽക്കാക്കാണ്. ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. തിരടിക്കുന്നുണ്ടല്ലേ. ठंडा पानी चाय का रख चाय बाय बाय चाय का रख ഇന്ത്യ. ഒരു ചെറിയൊരു മോന് കുതിരപ്പുറത്ത്. സൂര്യൻ അസ്തമിക്കുന്ന അവസാനത്തെ സമയം. ഇപ്പം അസ്തമിക്കും. डुब गया बैठ नहीं डुब क्यों गया है देखना इतना कांड है तो जूम कर दो यार जल्दी देखना जूम करना ही तो हाथ मेरा नाल करवा ला जरी हां ओके 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 यार हम पानी में डुब गए नहीं डूबता चल जूम करवा ला हाथ मेरा नाल करवा ला बस हां ए पैंच जो था पीछे हो गया हां ठीक है फिर हां सही होना सेंटर जे बस पूरी तरह आंडिया सारा जीवा बन गया जीवा बन गया सही है सॉरी सॉरी चल तू मेरा इसी में कैसे क्या
ആദ്യം ഈ നേരൊക്കെ പോയിട്ടായിരുന്നു മീൻ പിടിക്കലൊക്കെ ആൾക്കാർ. അതിലെങ്ങനെ മീൻ പിടി അവിടെ അപ്പുറത്തൂടെ ഒരു ഇത് കണ്ടില്ലേ, കടലിലേക്കുള്ളൊരു വഴി, ഒരു റോഡ് പോലത്തെ. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ മീൻ പിടിക്കുമായിരുന്നു. നല്ലോണം മീനുണ്ട് ഇവിടെ. സൂര്യൻ അസ്തമിച്ചെന്നാണ് പറയുന്നത്. ഇത് ഒട്ടകം. ഒരു ചെറിയ മോനത് ഒട്ടകത്തിൽ കയറുന്നു. കയറി. മാഷാ അല്ലാഹ്. അത് പോകുന്ന മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാം. പള്ളിയിൽ, ഈ പള്ളിയിൽ തന്നെ നിസ്കരിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു നിസ്കാരത്തിന് പള്ളിയിലെത്തി. പള്ളിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ UAE നാഷണൽ ഡേ ആണ്. നാഷണൽ ഡേൻ്റെ അലങ്കാരമാണ് ഇതൊക്കെ. റോഡ് മൊത്തം നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നു. മറ്റേ കാരക്കന്മാരൊക്കെ പകുതി വരെ ഫുള്ള് LED കൊണ്ട് അലങ്കരിച്ചു.
അസ്സലാമു അലൈക്കും. എവിടെ ഉള്ളത്? ഞാനിപ്പോൾ ബീച്ചിലുള്ളത്. ബീച്ചിൽ നിന്ന് ലുലുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങൾ വിളിക്കാനും മറന്ന്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ എന്തോ ക്ഷീണത്തിൽ ഞാൻ കിടന്നുറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടായോന്ന്. ഓക്കെ, എന്നാൽ നിങ്ങൾ വിളിക്കിട്ട് അടുത്തിട്ട് ഞാനാട് നടന്നു വരികയാണ്. ഓക്കെ. അജ്മാൻ ബീച്ചിലുള്ള അൽമായ സൂപ്പർ മാർക്കറ്റാണ്. ഒരു കപ്പലാണത്, ചെറിയ കപ്പലിൻ്റെ മാതൃക. ഒരു ബിൽഡിങ് പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാൻ. മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് കളറ് വ്യത്യസ്ത കളറുണ്ട്. ഇനി നിങ്ങളെ കാണിക്കുന്നത് നമ്മളെ നാട്ടിലെ മുരിങ്ങൻ്റെ ഇലല്ലേ, വലിയൊരു മുരിങ്ങൻ്റെ മരമാണത്. ഇഷ്ടം പോലെ ഇല ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ല മുരിങ്ങക്കായും കിട്ടും. ചില സമയത്ത് ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒടിച്ചു കൊണ്ടുപോകുന്നതാണ്. അടിപൊളി മുരിങ്ങ. വീണ്ടും തിരിച്ച് പോരുകയാണ്. അപ്പം മൊബൈൽ ഷോപ്പിൻ്റെ ഫുള്ള് മൊബൈൽ ഷോപ്പ് കടകളാണ്. മൊത്തമായിട്ട് നിരന്ന് കിടക്കുക മൊബൈൽ ഷോപ്പുകൾ. ഫുള്ള് മൊബൈലുകളാണ്. ഇവിടെ വേറൊരു കടയില്ല, മൊത്തം മൊബൈൽ ഷോപ്പ്. നമ്മളെ കൊടുവള്ളിയൊക്കെ ഉള്ള ജ്വല്ലറികളില്ലേ, അതേ അവസ്ഥ. ചെറിയ ചെറിയ ഓരോരോ ഷോപ്പുകളിൽ മൊബൈൽ ഷോപ്പാണ് മൊത്തം. എത്ര ഷോപ്പുകളാണ് മൊബൈൽ, കുറച്ചൊന്നല്ല. ഏത് ഫോൺ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഫുള്ള് മൊബൈൽ. എത്ര ഷോപ്പുണ്ട്, എണ്ണാൻ പോലും പറ്റൂല. അതിന് മാത്രം ഷോപ്പാണ്. ഫുള്ള് മൊബൈൽ. ഇങ്ങനെ മൊബൈൽ ഷോപ്പ് കൊണ്ടല്ല, മൊബൈൽ ഷോപ്പ്. സ്ഥലത്തെത്തി. ഇതാണ് ഞങ്ങളെ ബിൽഡിങ് കാണുന്നത്. അജ്മാൻ സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്, KM ട്രേഡിങ്. ഇതാണ് ലുലു. അപ്പം ശരി, ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അസ്സലാമു അലൈക്കും.